ഡിനയൽ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. നമ്മുടെ ക്ലെയിംസിൽ ഹാപ്പൻ ചെയ്യുന്ന ഡിനയൽസിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം പ്രോപ്പറായിട്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസ് ഓഫ് ദി ഡിനയൽസ്. എന്തുകൊണ്ടാണ് ഈ ഡിനയൽസ് ഹാപ്പൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്, അതിനെക്കുറിച്ച് നമ്മളൊരു റൂട്ട് കോസസിനെ കുറിച്ചുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്കൊരു അനലൈസിങ് വേണം. സെക്കൻഡ് വൺ ഇസ് വി ഹാവ് ടു കാറ്റഗറൈസ് ദ ഡിനയൽസ്. ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്, ഡിനയൽ കാറ്റഗറീസിലാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഡിനയൽസ് വരുന്നത്. വെദർ ഇറ്റ് ഇസ് എ മെഡിക്കൽ റിജക്ഷൻ, മെഡിക്കലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സർവീസസിനാണ് നമുക്ക് കൂടുതലായിട്ട് ഡിനയൽസ് വരുന്നത്, ഏത് ഇൻഷുറൻസ് പേയറിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഡിനയൽസ് ഹാപ്പൻ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അനാലിസിസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഏത് ഏരിയസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ തേർഡ് വൺ ഇസ് ട്രാക്കിംഗ് ദ ഡിനയൽ KPIs. നമ്മൾ എത്രയാണ് നമ്മുടെ ഡിനയൽ റേറ്റ്, അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് റിക്കവറി റേറ്റ്, അതുപോലെ തന്നെ എത്ര ക്ലെയിംസാണ് നമുക്ക് എമൗണ്ട് ഇപ്പോൾ നമുക്ക് റെമിറ്റഡ് ആയിട്ടുള്ളത്, ഇനി എത്ര റെമിറ്റഡ് ആവാനുള്ള കേസസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് കറക്റ്റായിട്ടുള്ള റേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്, നമ്മൾ എത്ര ഡിനയൽ റേറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും അതിനെ എത്ര റേറ്റിലേക്കാണ് കൊണ്ടുവരുവാൻ, അതൊരു എത്ര റെഡ്യൂസ് ചെയ്ത് എത്ര ഒരു ഡിനയൽ പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഡിനയൽ ഏരിയാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആ ഡിനയൽസ് അല്ലെങ്കിൽ റിജക്ഷൻസ് നമുക്ക് കുറച്ച് നമ്മുടെ ആ ഒരു സെറ്റ് ഓഫ് ടാർഗറ്റിനനുസരിച്ച് നമ്മുടെ ഡിനയൽസിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. സോ ഓൾവേസ് ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസ് ആൻഡ് കാറ്റഗറൈസ് ദ ഡിനയൽസ് സോ ദാറ്റ് യു can work more efficiently on the denials.